തുളസി മാനസ് മന്ദിർ, ദുർഗാ കുണ്ട് മന്ദിർ, മണി മന്ദിർ. വാരണാസിയിൽ തന്നെയുള്ള എന്നാൽ വളരെ വ്യത്യസ്തമായ ക്ഷേത്രങ്ങളാണിവ. മണി മന്ദിർ വാരണാസിയിൽ തന്നെയുള്ള ഗൗരികുണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വാരണാസിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഗൗരികുണ്ടിലേക്ക്. ഗൗരികുണ്ടിലെ ധർമ്മസംഘ ഭവന് ചേർന്നാണ് ഈ ക്ഷേത്ര കോംപ്ലക്സ് നിലനിൽക്കുന്നത്. 43,000 സ്ക്വയർ മീറ്റർ ദീർഘമുള്ള ഒരു വലിയ ക്ഷേത്ര കോംപ്ലക്സാണിത്. 151 ശിവലിംഗങ്ങൾ ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു. ആ ക്ഷേത്രത്തിന് മുൻവശമുള്ള ഗോശാലയാണ് ഈ കാണുന്നത്. ഇത്ര തണുപ്പിലും പശുക്കൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. ചാണകം കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തറ മെഴുകിയിരിക്കുന്നത്. അതായിരിക്കാം ഈ തണുപ്പിനെ എതിർക്കാനുള്ള അവരുടെ ഒരു ഊർജം. (2012) പുനർനിർമ്മാണം തുടങ്ങി 2016 നിർമ്മാണം നടത്തിയ ക്ഷേത്ര കോംപ്ലക്സാണിത്. ക്ഷേത്രത്തിൻ്റെ അകവശത്ത് വലിയൊരു ശിവലിംഗമാണ് ആദ്യം നമുക്ക് ദർശിക്കാനാകുക. അതിനു ചുറ്റുമായി 100ഓളം ശിവലിംഗങ്ങൾ പലയിടത്തായി സ്ഥാപിച്ചിരിക്കുന്നു. മുഴുവൻ ഗ്രാനൈറ്റിലും മാർബിളിലുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തിയിലും തറയിലും എല്ലാം ഗ്രാനൈറ്റുകൾ തന്നെയാണ്. 12 ജ്യോതിർലിംഗങ്ങളാണ് ഇന്ത്യയിലുടനീളമായിട്ടുള്ളത്. അവയുടെ എല്ലാം മാതൃകകളാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ സോമനാഥ്, ശ്രീശൈലം ആന്ധ്രാപ്രദേശിലെ മല്ലികാർജുൻ, മധ്യപ്രദേശിലെ ഉജ്ജയിനിലുള്ള മഹാകാലേശ്വർ, മധ്യപ്രദേശിൽ തന്നെയുള്ള ഓംകാരേശ്വർ, ഉത്തരാഖണ്ഡിലെ കേദാർനാഥ്, മഹാരാഷ്ട്രയിലെ ഭീംശങ്കർ, ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ്, മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ, ജാർഖണ്ഡിലെ ബിന്ദ്യാനാഥ്, ഗുജറാത്ത് ദ്വാരകയിലെ നാഗേശ്വർ, രാമേശ്വരം തമിഴ്നാടുവിലെ രാമേശ്വരത്തെ രാമേശ്വർ, മഹാരാഷ്ട്ര ഔറംഗാബാദിലെ ഗിരീശ്വർ. ഇവയെല്ലാമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള 12 ജ്യോതിർലിംഗങ്ങൾ. അവയുടെ എല്ലാം രൂപം അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അവിടെ ഏത് തരത്തിലാണ് ഉള്ളത് അതേപോലെ തന്നെ ഇവിടെയും അതിൻ്റെ രൂപങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നു. അതുകൂടാതെ ദുർഗാദേവിയും ഹനുമാനോടൊപ്പമുള്ള സീതാരാമലക്ഷ്മണനും അർദ്ധനാരീശ്വര രൂപവും എല്ലാം ഇവിടെ പൂജിക്കുന്നു. പഞ്ചദേവതകളെ പൂജിക്കുന്ന ക്ഷേത്രമാണിത്. ശ്രീരാമൻ, ഹനുമാൻ, ദുർഗാദേവി, മഹാദേവൻ, മഹാവിഷ്ണു ഇവയെല്ലാമാണ് പഞ്ചദേവതകൾ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമയും ഇവിടെയുണ്ട്. അദ്ദേഹത്തിനും ഇവിടെ പൂജ നൽകുന്നുണ്ട്. ഇത് നമ്മൾ മലയാളികളുടെ അഭിമാനം തന്നെയാണ്. അടുത്തത് പോകുന്നത് ദുർഗാകുണ്ട് ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ദുർഗാക്ഷേത്രത്തിലേക്കാണ്. വാരണാസിയിലെ ദുർഗാകുണ്ട് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുഴുവൻ ചുവപ്പ് നിറത്താലാണ് ഈ ക്ഷേത്രം പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ് എന്ന് നമുക്ക് കാണുമ്പോഴേ അനുഭവപ്പെടും. ഇത് ഒരു ശക്തിപീഠം കൂടിയാണ്. കൂശ്മാണ്ഡ ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഇതിനകത്തേക്ക് ഫോൺ അനുവദനീയമല്ല. അതുകൊണ്ട് ഇവിടെ വരെയുള്ള കാഴ്ചകളെ പകർത്താൻ സാധിക്കുകയുള്ളൂ.
അടുത്തതായി പോകുന്നത് തുളസി മാനസ് മന്ദിറിലേക്കാണ്. ദുർഗാ ക്ഷേത്രത്തിൽ നിന്നും വെറും 500 മീറ്റർ ദൂരം മാത്രമേ തുളസി മാനസ് മന്ദിറിലേക്കുള്ളൂ. പൂർണ്ണമായും മാർബിളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രം നിൽക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ തുളസീദാസ് രാമചരിതമാനസം എഴുതിയ സ്ഥലത്താണ്. 1964 ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായും മാർബിളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ രാമായണത്തിൻ്റെ ഓരോ ഖണ്ഡമായി രചിച്ചു വച്ചിരിക്കുന്നു. അതിമനോഹരമായൊരു ഗാർഡനാൽ ചുറ്റപ്പെട്ടൊരു മനോഹരമായ ക്ഷേത്രമാണിത്. ഇനി ഒരു ലസ്സി കുടിക്കാം. വാരണാസിയിൽ വന്നാൽ ലസ്സി കുടിക്കാതെ എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? ലസ്സി, റബഡി ഇതെല്ലാം വാരണാസിയുടെ തനതായ ഭക്ഷണങ്ങളാണ്. വളരെ സ്വാദിഷ്ടവും വളരെ ആസ്വാദ്യകരവുമായ ഭക്ഷണങ്ങൾ. ഒരു ലഘുഭക്ഷണമാണ്, പക്ഷേ അത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. വാരണാസിയിൽ വന്നാൽ ലസ്സി കഴിക്കാതെ പോയാൽ ശരിയാവില്ല. അത്രയ്ക്ക് അപൂർണമായിരിക്കും ആ യാത്ര. അതുകൊണ്ട് ഒരു ലസ്സി ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി. അടുത്തത് ഹരിശ്ചന്ദ്ര ഘാട്ടാണ്. വാരണാസിയിലെ ഏറ്റവും പൗരാണികവും ഏറ്റവും പുരാതനവുമായ ഘാട്ടാണ് ഹരിശ്ചന്ദ്ര ഘാട്ട്. രാജാ ഹരിശ്ചന്ദ്രൻ ഒരു ചണ്ഡാളനായി ശവദാഹം നടത്തിയിരുന്ന ഘാട്ടാണിത്. ഇപ്പോഴും 24 മണിക്കൂറും ഇവിടെ ശവദാഹം നടക്കുന്നു. എങ്കിലും ഈ ചുറ്റുവട്ടത്തോ ഇതിൻ്റെ പരിസരങ്ങളിലോ ശവപ്പുകയുടേതായ യാതൊരു ദുർഗന്ധവും അനുഭവപ്പെടുന്നില്ല. ഹരിശ്ചന്ദ്ര ഘാട്ടിനോട് ചേർന്ന് തന്നെയുള്ള ഘാട്ടാണ് കേദാരേശ്വർ ഘാട്ട്. ഇവിടെ ഒരുപാട് പടികൾക്ക് മേളിലായി ഒരു ശിവക്ഷേത്രമുണ്ട്. ശിവ എന്ന് തമിഴിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ശിവക്ഷേത്രം. ഇതാണ് കേദാർ ഘാട്ട്. ഈ പടികളെല്ലാം കയറി ചെന്ന് ആ ശിവക്ഷേത്രത്തിൽ തൊഴിട്ട് വരാം. അവിടേക്ക് ഫോൺ അനുവദനീയമല്ല. ക്ഷേത്രത്തിൻ്റെ പടവുകൾക്ക് താഴെയായി ഒരു ക്ഷേത്രക്കുളവുമുണ്ട്. ഇപ്പോൾ അതിൽ വെള്ളമില്ല, ഉണങ്ങിക്കിടക്കുകയാണ്. 3 മണിയോളമായി. ഇനിയിപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാം. ഒരു നോർത്ത് ഇന്ത്യൻ താലി മീൽ തന്നെ കഴിക്കാമെന്ന് കരുതി റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. പിന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നമസ്കാരം.